UDF മുന്നണി പ്രവേശനത്തിനായി സമ്മർദ്ദം ശക്തമാക്കി PV അൻവർ. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം വേണമെന്നാണ് ആവശ്യം. മുന്നണിയുടെ ഭാഗമല്ലെങ്കിൽ UDFനെ പിന്തുണയ്ക്കുന്നതിൽ പുനരാലോചന നടത്തും. മുന്നണി പ്രവേശനമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്താനും ആലോചിക്കുന്നു. അഷ്കർ അലി നമുക്കൊപ്പം. അഷ്കർ അലി, UDFിലേക്ക് തൃണമൂൽ കോൺഗ്രസിനൊരു ടിക്കറ്റ് നൽകാൻ ഇതുവരെയും UDF തയ്യാറായിട്ടില്ല. പക്ഷേ നിലമ്പൂരിൽ വിജയിക്കണമെങ്കിൽ PV അൻവറും സംഘവും ഒപ്പം വേണം താനും. എങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യത്തെ PV അൻവർ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുക? സുജിയ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDFിന് മുന്നണി പ്രവേശനം സാധ്യമാകുമെന്ന് കണക്കൂട്ടലായിരുന്നു PV അൻവറും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ പലവട്ടം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് UDFിനൊരു നിരുപാധിക പിന്തുണ PV അൻവറും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിക്കുകയും ചെയ്തത്. VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആ പിന്തുണ സ്വീകരിക്കുന്നതായി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ അത്തരത്തിൽ സാഹചര്യം അനുകൂലമല്ല എന്നുള്ളതാണ് PV അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു അലസത UDF നേതൃത്വം സ്വീകരിക്കുന്നു. അത്തരത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ UDF നേതൃത്വം എത്തിയിട്ടുമില്ല. ഓരോ ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട തീരുമാനം പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അത് നടക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ UDF നേതൃത്വവുമായി ഒരു ഉടക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനിയും മുന്നണി പ്രവേശനം സാധ്യമായില്ല എങ്കിൽ UDFിന് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നിരുപാധിക പിന്തുണ അത് PV അൻവറും തൃണമൂൽ കോൺഗ്രസ് പിൻവലിക്കും. മാത്രമല്ല ആവശ്യമെങ്കിൽ അവിടെ സ്വതന്ത്രമായി മത്സരിക്കുക എന്നുള്ള നിലപാടിലേക്ക് കൂടി ഇപ്പോൾ PV അൻവറും ടീമും എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ബദലായിക്കൊണ്ട് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടി ഒരു സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു മത്സരം വന്നാൽ സ്വാഭാവികമായും സുജാത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാൻ പോകുന്നതും UDFിനായിരിക്കും. മാത്രമല്ല UDFും PV അൻവറും ഒരുമിച്ച് മത്സരിച്ചാൽ സ്വാഭാവികമായി അത് ഇടതുപക്ഷത്തിന് നേട്ടമാവുകയും PV അൻവറും UDFിനും രണ്ട് വിഭാഗത്തിനും ഒരുപോലെ തന്നെ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയമായി തന്നെ PV അൻവറും അത് വലിയ തിരിച്ചടിയാവും. നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ അത് UDFിനും വലിയ തിരിച്ചടിയാവും. അനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് UDFും എത്തും. അത്തരം ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം മുന്നണി പ്രവേശനമില്ലെങ്കിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിലേക്ക് PV അൻവറും ടീമും എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് നിലമ്പൂരിൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൽ ഈ നിലമ്പൂരിൽ മത്സരിക്കുക എന്നുള്ളൊരു ആവശ്യമായിരുന്നു അതിലെ പ്രധാനപ്പെട്ട അജണ്ട. നിലവിൽ നിലമ്പൂരിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അടക്കം പ്രാദേശിക നേതൃത്വം അത്തരമൊരു നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പിന്നീട് UDFിനെയും കോൺഗ്രസിനെയും ചില നേതാക്കൾ ഇടപെട്ട് 23-ാം തീയതിക്കകം ഒരു മധ്യസ്ഥ ശ്രമം നടത്താമെന്നുള്ളത് ഉറപ്പിന്മേലാണ് ആ സംസ്ഥാന കമ്മിറ്റി യോഗം തന്നെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നാലും നിലവിൽ കോൺഗ്രസും സമ്മർദ്ദം ശക്തമാക്കുകയാണ്. UDF മുന്നണിയിലേക്ക് പ്രവേശിപ്പിച്ചില്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഉണ്ടാകുമോ? PV അൻവർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുമോ? അതാണ് അറിയേണ്ടത്.